കണ്ണടച്ച് തുറക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്ക് തന്നെ ഒരു ധാരണയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തൊരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് റെഡി ആയിരുന്ന ഇരിപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കണേ. പക്ഷേ വിത്തിൻ 1 hour ഞാൻ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ബാങ്കിൽ നിന്ന് പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞ് വിളി വന്നു. അപ്പനെ ചാടിക്കയറി പോയല്ലേ പറ്റും. നേരെ ട്രെയിൻ കയറിയെങ്കിലും ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. നമ്മളതുകൊണ്ട് നിന്നു നാട് വരെ. അങ്ങനെ എങ്ങനെയോ നമ്മൾ നാട്ടിലെത്തി പരിപാടി അവസാനിപ്പിച്ച് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അനിയത്തിമാർ അവരുടെ കലാവിരുന്നുകളാണ് ഞാൻ കാണുന്നത്. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ വീട്ടിലെ പല പ്രശ്നങ്ങളും നമ്മുടേതാവും. സോ അറ്റ് ദാറ്റ് ടൈം നമുക്കിതൊന്നും സമയം കിട്ടില്ല. അതുപോലെ തന്നെ പലതും ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അറ്റ് ദാറ്റ് ടൈം നമ്മുടെ അടുത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ സ്വയമേ വിചാരിക്കണം വി ഹാവ് ടു മൂവ് ഓൺ എന്നുള്ളത്, അല്ലെങ്കിൽ വി ഷുഡ് മൂവ് ഓൺ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം കയ്യിലിരുന്നോട്ടെ, ആവശ്യം വരും. എനിവേ നമ്മൾ പിറ്റേ ദിവസം തന്നെ അടുത്ത ട്രെയിൻ പിടിച്ചു. അതും ലേറ്റായിട്ട് ഓടിയാണ് കയറിയത്. നേരെ ഒരു പവർ ബാങ്ക് വാങ്ങിക്കാൻ കയറിയായിരുന്നു. കാര്യം മഴ ആയതുകൊണ്ട് നമ്മൾ പെടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നെക്സ്റ്റ് ട്രെയിൻ വരാൻ കുറച്ച് നിമിഷങ്ങളുള്ളപ്പോൾ ഓടിച്ചെന്ന് ട്രെയിനിൽ ചാടി കയറിയെങ്കിലും സീറ്റ് നമുക്ക് കിട്ടി കേട്ടോ. ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഫുള്ളി ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രം. പിന്നെ ചാർജൊക്കെ ചെയ്ത് നമ്മൾ ചില്ലായിട്ടങ്ങ് ഇരുന്നു. നല്ല രസമായിരുന്നു. നല്ലൊരു തണുപ്പും നല്ലൊരു മഴയും. ആ ഒരു മഴ വരുന്നതിന് മുന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പ്രത്യേകതരം തെറാപ്പി പോലെയാണ് തോന്നാല്. എൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഒന്നാം തരം കോട വരാൻ തുടങ്ങി. നല്ല രസമായിരുന്നടോ, നല്ല രസം. എന്തായാലും ഇനിയിപ്പോൾ എന്താ നാളത്തെ ഓട്ടം എന്ന് എനിക്കറിയില്ല. എനിവേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.